കാറ്റിലെ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് വീണതായിരുന്നു. ഈ റോഡ് മേലെയൊക്കെ വീണിട്ടുണ്ടായിന്. അപ്പം അത് പിന്നെ വണ്ടി ഉണ്ട് ഇടാം, ആൾക്കാർ അതിന് മുന്നിന് ശേഷം പോയിക്കൊണ്ടുണ്ടായി. അപ്പം എന്തോ ഭാഗ്യത്തിന് ഇത് വീഴുന്ന സമയത്താണ് ആളില്ലാത്തത് കൊണ്ട് ഇപ്പം ആർക്കും ഒന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടു. ഇതിൻ്റെ ആ ഉറപ്പ് നോക്കില്ല, നല്ല തിക്കില്ല. അതിൻ്റെ മുകളിലാണ് വീണത്. അപ്പോൾ വീണ ഇനി ആള് ശരിക്കും പറഞ്ഞാൽ കൈക്ക് മുറിഞ്ഞു വീണിട്ടുണ്ടായി. അങ്ങനത്തെ ഒരു ഉറപ്പില്ല കാണായിരുന്നു. ഇനിയിപ്പം ആടുന്ന് അടങ്ങിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ മുകളിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വീണതാണ്. അത് ചെറിയ കാറ്റിൽ വീണതാണ്. നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ തെക്കേ ബസാറിലാണുള്ളത്. ഈ പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായി ഇതിന്റെ വർക്ക് നടക്കുന്നത്. എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വർക്കൊന്നും അറിയില്ല. ഇപ്പൊ ഏതാനും ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ ഉണ്ടായ വലിയൊരു കാറ്റില് പൊടുന്നനെ ഒരു റൂഫിന്റെ ഒരു ഭാഗം അടർന്നു വീഴുന്ന ഒരു കാഴ്ച ആണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അറിയാലോ, വലിയ മുകളിൽ നിന്ന് ഒരു കാറ്റിന് അങ്ങനെയുള്ള ഒരു വലിയൊരു കഷ്ടം താഴേക്ക് വീണാലുണ്ടാവുന്ന അപകടം. ഇത് താഴെ ഇതിന്റെ അടിയിലൂടെ നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതാണ്. ഇത് തെക്കേ ബസാറാണ്. അങ്ങനെയുള്ള സമയത്താണ് കാറ്റില് ഈ റൂഫിന്റെ ഒരു ഭാഗം ഇവിടെ വീണിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രേക്ഷകര് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരൊക്കെ പച്ചവെളിച്ചത്തിന് പ്രേക്ഷകരാണ് അവരൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. നമ്മൾക്കറിയാം, നമ്മുടെ തെക്കേ ബസാറിൽ പല ബിൽഡിങ്ങുകളുടെയും കാലപ്പഴക്കത്തെ കുറിച്ചിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞ മാധ്യമമാണ് പച്ചവെളിച്ചം. എല്ലാ ബിൽഡിങ്ങിന്റെയും റിനോവേഷൻ നടക്കുകയാണ്. പഴയ ബിൽഡിംഗ് ആണ്. ഇതിന്റെ മുകളിലൊക്കെ റൂഫ് ഉണ്ട്. ഈ കാറ്റിന് നമുക്കറിയാം, പഴയ ബസ് സ്റ്റാൻഡിൽ പഴയ ബിൽഡിങ്ങിന്റെ റൂഫ് പൊട്ടി വീണ്ട് രാത്രി കാലത്ത് ഫയർഫോഴ്സ് വന്ന വാർത്തയൊക്കെ പച്ചവെളിച്ചം നൽകിയിരുന്നു. ഇതൊക്കെ ഏത് സമയത്തും ഇങ്ങനെയുള്ള കാറ്റിന് ഇതിന്റെ റൂഫും അതുപോലെ ഇതൊക്കെ പഴകിയ വളരെയധികം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് ഇതിന്റെ ഭാഗങ്ങളൊക്കെ പൊഴിഞ്ഞു വീഴുമോ, ഇതിന്റെയൊക്കെ എത്രത്തോളം ഇതൊക്കെ സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. അപകടം പറ്റിയതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വീഴുന്ന സമയത്ത് ഇതിലൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ കഴുത്തിനോ ദേഹത്തോ വീണിരുന്നുവെങ്കിൽ ഉറപ്പായി വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.